ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് ചക്ക വരട്ടിയാലോ? വരട്ടോ? വരട്ടാം. എന്നാ ബാ. ചക്ക നമുക്ക് ആദ്യമേ ചക്ക കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം, നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരട്ടെ, എന്നിട്ട് ഓഫ് ചെയ്ത് ഇറക്കാം. ചക്ക വരട്ടിയാലോ? ചൂടായ ഉരുളിയിലേക്ക് ആദ്യം നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ ശർക്കര ഉരുക്കിയത് ഒഴിക്കണം. ശർക്കര നന്നായിട്ട് ഒന്ന് വറ്റട്ടെ. കുറച്ചുകൂടെ വറ്റുമ്പോൾ നമുക്ക് ചക്കപ്പഴം നമ്മൾ ഇന്നലെ പുഴുങ്ങി വെച്ചത് അരച്ച് ചേർക്കണം, ഇതിലേക്ക് ചേർക്കണം. ഇതിലേക്ക് നമുക്ക് അരച്ച ചക്കപ്പഴം അരച്ച് ചേർക്കാം. അരച്ച് ചേർത്ത് ഇളക്കാം, നന്നായിട്ട് ഇളക്കാം. അപ്പം ചക്കപ്പഴമെല്ലാം ഞാൻ അരച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 2-2.5 കിലോ ശർക്കര ചേർത്തു. കാരണം ചക്ക ധാരാളം ഉണ്ടായതുകൊണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കി വറ്റി വരണ്ട് വരണം. കുറേ സമയം എടുക്കും, നമുക്ക് നോക്കാം. നല്ല പണിയുണ്ട്. ചക്ക വരട്ടുന്നത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈ തെറിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ടാ. പണ്ടൊക്കെ ഇങ്ങനായിരുന്നു, ചട്ടുവത്തിനകത്ത് കമ്പ് വെച്ച് കിട്ടിയിട്ട് എല്ലാവരും വയ്ക്കണം, അല്ലെങ്കിൽ കയ്യിൽ തെറിച്ച് നന്നായിട്ട് പോകും. എങ്ങനെയുണ്ട് മോളെ? നല്ല ചക്ക വരട്ടിയ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തെറിക്കുന്ന കേട്ടോ മോളെ, തെറിക്കുന്നുണ്ട് നന്നായിട്ട്. എൻ്റെ കാലയിലോട്ടൊക്കെ തെറിക്കുന്നു. എനിക്ക് ഒന്ന് 1 മണിക്കൂറെങ്കിലും എടുക്കും അല്ലേ? അത് ഞാൻ പറയുള്ളൂ. അങ്ങനെ ചക്ക വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം കുളമായി. അപ്പം ഇതിൽ ഇവിടെ സ്റ്റവ് എല്ലായിടും ഇവിടെ മൊത്തം വീട്. അതിൻ്റെ ദേഹത്തോട്ടൊക്കെ തെറിക്കുന്നേ. ഇതെല്ലാം അങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചക്ക വരട്ടിയിട്ട് ഇണങ്ങുമെന്നുള്ള വാശിയിലിരിക്കുകയാണ്.
കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ചക്ക വരട്ടി, പക്ഷെ കുറച്ചേ വരട്ടിയുള്ളൂ. ഇത്തവണ ഇച്ചിരി വിപുലമായിട്ട് ഇച്ചിരി തോന്നിയാണ് ഉണ്ടാക്കി. നെയ്യ് ഒഴിക്കുന്നത് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം. നെയ്യ് ഒഴിച്ച് ഏലക്ക, നന്നായി ഇളക്കുക. അപ്പോൾ ഈ വരട്ടിയതിൻ്റെ അതിനെ സ്റ്റേജിലോട്ട് തിരികേണ്ടോ എൻ്റെ പരുവമുണ്ടോ. ഇച്ചിരൂടെ വേണമെങ്കിൽ വരട്ടാം, പക്ഷേ ഇത് പുറത്തൊക്കെ കഴിയുന്നുണ്ട്. എന്നാലും ഇനിയിപ്പം ഒരുപാട് നാൾ ഇരിക്കത്തില്ലല്ലോ, പെട്ടെന്ന് തിന്ന് തീർത്തോളുമല്ലോ. അതുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പം വേണ്ട വെള്ളം വേണ്ട, ഇതിന് തിളക്കുമ്പോൾ ജോലി വെച്ചാൽ അതുപോലെ കയ്യിലൊക്കെ വീഴുന്ന നിർത്തുകയാണ്. ഇതാണ് കറക്റ്റ് പരുവ. സ്റ്റൗ വെച്ചിട്ട് കറക്റ്റ് ആവാഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അടുപ്പിലോട്ടൊന്ന് വെച്ച് നല്ല കണക്ക് നന്നായിട്ടുണ്ട്. നന്നായി കുറുകി വന്നിട്ടുണ്ട്, വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം. ഒന്നുകൂടെ ഒന്ന് പൊക്കി. അതെ, ഇത് തന്നെ പരുവ.